വേണ്ട പ്ലീസ്. എവിടെ ഭവാനി? പുറത്തു വരാൻ പറ. ടോർച്ചർ ചെയ്യണമെന്നേ. വിട്. ഞാൻ നിന്നെ വോൺ ചെയ്യാനായിട്ട് വന്നതാ. നീ 1-ാമത്തെ അല്ല, 9-ാമത്തെയാ. ഇതുവരെ ഭവാനി 8 പേരെ കൊന്നു കഴിഞ്ഞു. അവളുടെ കുടുംബത്തിലെ 3 പേരെയും കൂടി ചേർത്ത്. നിങ്ങൾക്ക് ഭവാനി ആരായിരുന്നെന്നറിയോ? നിങ്ങൾ അവൾക്ക് എന്തോ വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട്. What nonsense. നിങ്ങളുടെ ഭവാനി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എന്തിനാ അവർക്ക് ദ്രോഹം ചെയ്യണം? അറിഞ്ഞോണ്ടായിരിക്കില്ല, നിങ്ങൾ പോലും അറിയാതെയായിരിക്കും. ആലോചിച്ച് നോക്ക്. രോഹിത് അഗർവാൾ, ബിസിനസ്മാൻ. അനിൽ, ഹെഡ് കോൺസ്റ്റബിൾ. ലോറി ഡ്രൈവർ ഫ്രാൻസിസ്. ഗോവിന്ദൻ, കുഞ്ഞൻ. ഇവരാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് പോരാത്തതിന് ഭവാനി അവളുടെ അമ്മ, ചേച്ചി, മാമൻ, ഇവര് 3 പേരെയും കൊന്നു. അവള് കുടുംബക്കാരെ എന്തിനാ കൊന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കൊലയെല്ലാം ഭവാനിയാണ് ചെയ്തതെന്ന് ആദ്യം സത്യമായിട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ളൊരു പെണ്ണിനെ ഈ ലോകം ഒരല്പം പോലും കരുണയില്ലാതെ കാലിനടിയിലിട്ട് ചവിട്ടി അരയ്ക്കായിരുന്നു.